എല്ലാ റമളാനിലും ഞങ്ങളൊരു റെസൊല്യൂഷൻ എടുക്കാറുണ്ട് കേട്ടോ. അതായത് ഈ റമളാനിൽ ഞങ്ങൾ സ്നാക്സ് ഐറ്റംസ് ഒന്നും കഴിക്കില്ല. നോമ്പ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജ്യൂസ് മാത്രം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം, അല്ലെങ്കിൽ ഡേറ്റ്സ് മാത്രം, ഇതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ നോമ്പ് തുറക്കുള്ളൂ എന്ന് എല്ലാ റമളാനിലും ഞങ്ങൾ എടുക്കുന്ന ഒരു റെസൊല്യൂഷനാണ്. പക്ഷേ അതൊരിക്കലും സംഭവിക്കാറില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. നോമ്പ് പിടിക്കുന്നതിന് മുമ്പാണ് ഞങ്ങൾ ഈ മാതിരി തീരുമാനങ്ങളൊക്കെ എടുക്കാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാലത്ത് മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഒന്നും കഴിക്കുന്നില്ലല്ലോ, നോമ്പല്ലേ നമുക്ക്. അപ്പോൾ ആ വെറും വയറ്റിൽ ഇങ്ങനെ സ്നാക്സ് ഒക്കെ കഴിക്കുന്നത്, പലഹാരങ്ങളൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അങ്ങനത്തെ ഒരു തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ വീട്ടിൽ വാപ്പച്ചിയുടെ 2 പെങ്ങന്മാർ, അതെൻ്റെ ബ്രദറാട്ടോ. ഓക്കെ, അവർ അപ്പോൾ ഒന്ന് ഗസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു നോമ്പുതുറ സംഭവമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഉമ്മച്ചിയുടെ കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു, സമൂസ, പിന്നെ മുട്ട ബജി ഉണ്ടായിരുന്നു. മുട്ട ബജി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കി. എന്തായാലും സംഭവം എല്ലാം കളറായിരുന്നു. അങ്ങനെ മഗ്‌രിബ് ബാങ്കിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പുണ്ട്. അതാണ് ഏറ്റവും വലിയ കാത്തിരിപ്പ്. ഓക്കെ, അപ്പോൾ ബാങ്കൊക്കെ കൊടുത്തു, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല. വീഡിയോ ഒക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഫുഡൊക്കെ